Accounts of insurance companies. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് ലൈഫ് റിസ്ക് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫയറോ മറൈനോ പോലുള്ള റിസ്കുകൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. So insurance may be defined as a contract of indemnity whereby the insurance company, in consideration of a fixed sum called insurance premium, agrees to. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി എപ്പോഴും ലോസിനെ ഇൻഡെംനിഫൈ ചെയ്യുള്ളൂ. ഒരിക്കലും ഇൻഷുവേർഡിനെ ഒരു പോളിസി എടുത്തത് കൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളം ലോസ് ഉണ്ടായി ആ ലോസ് നികത്തി തരികയേ ചെയ്യുള്ളൂ. ദെൻ അത് ഇൻഷുറൻസ് കമ്പനി അത് ചെയ്യുന്നത് ഇൻ കൺസിഡറേഷൻ ഓഫ് എ ഫിക്സഡ് സം കോൾഡ് ഇൻഷുറൻസ് പ്രീമിയം. അപ്പൊ വെറുതെ ഇൻഷുറൻസ് കമ്പനി തരില്ല. ഇൻഷുറൻസ് കമ്പനി അതിന് പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഷുവേർഡിന്റെ കയ്യിൽ നിന്നും പ്രീമിയം വാങ്ങുന്നു. അതാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്, ഇൻഷുവേർഡ് എന്ന് പറഞ്ഞാൽ പോളിസി എടുക്കുന്ന ആളാണ്. അപ്പൊ പ്രീമിയം വാങ്ങിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനി ഈ റിസ്കിന് കവറേജ് കൊടുക്കുന്നത്. ദെൻ എഗ്രീസ് ടു pay an amount to the insured or nominee on the happening of an event which is specified in the policy. അപ്പോൾ ഇൻഷുവേർഡിനെ അല്ലെങ്കിൽ അയാളുടെ നോമിനിക്ക് ആ ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ ലൈഫ് പോളിസി ആണെങ്കിൽ അയാളുടെ മരണം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ, പോളിസി എന്നാണോ പോളിസിയുടെ കാലാവധി തികയുന്നത് ആ സമയം എത്തിക്കഴിഞ്ഞാൽ, അപ്പോൾ മെച്യൂരിറ്റി ആണെങ്കിൽ ഇൻഷുവേർഡിന്, മരണമാണെങ്കിൽ നോമിനിക്ക് ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് എമൗണ്ട് കൊടുക്കുന്നു. Pay an amount to the insured on the expiry of a period which is specified in the insurance policy. അപ്പോൾ പീരീഡ് മെച്യൂരിറ്റി പീരീഡിലാണെങ്കിൽ ആ പീരീഡില് ഇൻഷുർഡിന് പൈസ കൊടുക്കുന്നു. Then compensate the loss suffered by the insured due to specific causes mentioned in the insurance policy. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പോളിസിയിൽ ഏത് ലോസ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ കമ്പനി അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. ഇതാണ് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ഒരാളുടെ ലൈഫിന് കവറേജ് കൊടുക്കുന്നു. അപ്പൊ ലൈഫ് ഇൻഷുറൻസിൽ നമുക്ക് ലൈഫിനെ നമ്മൾ അഷുറൻസ് എന്നാണ് സാധാരണ പറയാറുള്ള. കാരണം എന്താന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പൈസ കിട്ടും. ഒന്നുകിൽ ആളുടെ ഡെത്ത് ഉണ്ടായി കഴിയുമ്പോൾ നോമിനിക്ക് കൊടുക്കും, അതല്ല എന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി വരുമ്പോൾ ഇൻഷുവേർഡിന് പൈസ കൊടുക്കും. ദെൻ ബാക്കിയുള്ള ജനറൽ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ, അതായത് ഫയറോ മറൈനോ ഒക്കെ പോലുള്ള ഇൻഷുറൻസിൽ റിസ്ക് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ ആ എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് കമ്പനി എന്ത് നഷ്ടം ഉണ്ടായത് കോമ്പൻസേറ്റ് ചെയ്യുന്നു. The person or business entity who undertakes to bear the liability or loss in consideration of an insurance premium is called insurer. അപ്പൊ ആരാണോ ആ ലോസ് ഏറ്റെടുക്കുന്നത് അവരെ ഇൻഷുറർ, അതായത് ഇൻഷുറൻസ് കമ്പനിയെ ഇൻഷുറർ എന്ന് വിളിക്കുന്നു. The person in whose favor the policy is affected or whose risk is insured is called insured or assured or indemnified. അപ്പൊ ആരാണോ പോളിസി എടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് റിസ്ക് ഉണ്ടാകാൻ പോകുന്നത് അവരെയാണ് ഇൻഷുവേർഡ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ഇതൊക്കെയും കമ്പനിയെ അഷുറർ എന്നും ഇൻഡെംനിഫയർ എന്നും പറയും. ദെൻ അഷുവേർഡ് എന്നാണ് ലൈഫ് ഇൻഷുറൻസിൽ ഇൻഷുവേർഡിനെ അഷുവേർഡ് എന്നും വിളിക്കും. ദെൻ insurance premium may be defined as the payment made by the insured to the insurer as a consideration for compensating the loss suffered by the former. അപ്പൊ ഇൻഷുറൻസ് അഗ്രിമെന്റ് നമുക്കറിയാം, ഇൻഷുവേർഡിന് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻഷുറൻസ് അഗ്രിമെന്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻഷുറർക്ക് ഇൻഷുവേർഡ് കൊടുക്കുന്ന പേയ്മെന്റിനെയാണ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത്. The premium may be paid monthly, quarterly, half yearly or annually. പ്രീമിയം നമുക്ക് വേണമെങ്കിൽ മാസം അടക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ആനുവലിയോ നമുക്ക് അടക്കാം. എന്താണ് പോളിസി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ ഫോർമൽ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ടേംസ്, കണ്ടീഷൻസ് ആൻഡ് റിസ്ക് കവേർഡ് അണ്ടർ ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസ് എടുത്തതിന്റെ ഒരു ഫോർമൽ ഡോക്യുമെന്റ്, നമ്മുടെ കയ്യിലൊരു ഡോക്യുമെന്റ് വേണം അല്ലെങ്കിൽ റെക്കോർഡ് വേണമല്ലോ, എന്തൊക്കെയാണ് അങ്ങോട്ടേക്കും ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെ, ഏതൊക്കെ റിസ്ക് കവർ ചെയ്യും, എങ്ങനെ പേയ്മെന്റ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർമൽ ഡോക്യുമെന്റിനെയാണ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. The amount for which the insurance policy is taken is known as sum insured or sum assured in life insurance. അപ്പൊ എത്ര എമൗണ്ടിനാണ് പോളിസി എടുത്തിരിക്കുന്നത് അതിനെയാണ് ജനറൽ ഇൻഷുറൻസിൽ സം ഇൻഷുവേർഡ് എന്ന് സാധാരണയായിട്ട് പറയും. ലൈഫ് ഇൻഷുറൻസിലാവുമ്പോൾ സം അഷ്വേർഡ് എന്ന് പറയുന്നു.
ലൈഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും രണ്ടും പഠിക്കാണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുമ്പോൾ. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ലൈഫ് റിസ്ക് ആണ് കവർ ചെയ്യുന്നത്. ഇൻ എ ലൈഫ് ഇൻഷുറൻസ് പോളിസി the life of a person is insured and as such the life insurance policy covers life risk of a person. ഒരാളുടെ ലൈഫ് റിസ്ക് ആണ് ലൈഫ് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത്. So it's a contract that may be defined as a contract whereby the insurer, in consideration of a single premium or premium received in installments. അപ്പൊ രണ്ട് തരത്തിലാണ് ഇൻഷുറർ പ്രീമിയം റിസീവ് ചെയ്യുന്നത്. ഒന്നുകിൽ സിംഗിൾ പ്രീമിയം ഒരു ലംസം എമൗണ്ട് കിട്ടുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ പ്രീമിയം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ആനുവലി അങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് എന്താണ് ഇൻഷുർ ചെയ്യുന്നത്? അണ്ടർടേക്സ് ടു പേ ഫിക്സഡ് സം ഓഫ് മണി or annuity to the insured or nominee. അപ്പൊ നമുക്ക് നമ്മൾ പ്രീമിയം കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇവന്റ് ഉണ്ടായി കഴിയുമ്പോൾ ഡെത്ത് ആണെങ്കിൽ നോമിനിക്ക്, അല്ലെങ്കിൽ മെച്യൂരിറ്റി ആണെങ്കിൽ ആ ഇൻഷുവേർഡിന് ആ സ്പെസിഫൈഡ് എമൗണ്ട് ഒരുമിച്ച് കൊടുക്കുന്നു. നേരെ തിരിച്ച് നമ്മൾ പ്രീമിയം കൊടുത്തിരിക്കുന്നത് ലംസം ആണെങ്കിൽ നമുക്ക് ആന്വിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു കാലാവധിക്ക് ശേഷം, ഫോർ എക്സാമ്പിൾ നമ്മുടെ റിട്ടയർമെന്റ് ഏജ് വരുമ്പോൾ നമുക്ക് പെൻഷൻ പോലെ ആന്വിറ്റി ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ തരുന്നു. ദെൻ ഡെത്ത് ആണെങ്കിൽ നോമിനിക്കാണ് പൈസ കൊടുക്കുന്നത്. Then financial statements of life insurance companies. ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അത് IRDA റെഗുലേഷൻസ് അനുസരിച്ചിട്ടാണ് വരുന്നത്. IRDAയുടെ ഷെഡ്യൂൾ എയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അതിന്റെ ഫോർമാറ്റ് എങ്ങനെയെന്ന് പറയുന്നത്. അപ്പോൾ 3 അക്കൗണ്ടുകളാണ് നമുക്കുള്ളത്: റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. നമ്മൾ ഇതുവരെ പഠിക്കുമ്പോഴൊക്കെ ഫൈനൽ അക്കൗണ്ട്സ്, സോൾ ട്രേഡറുടെ പഠിച്ചു, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പഠിച്ചു, ബാങ്കിന്റെ പഠിച്ചു. അതിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതിന്റെ ഇൻകം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പ്രീമിയം കിട്ടുന്നതൊക്കെയാണ്. അതുപോലെ അതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്ലെയിം കൊടുക്കുന്നതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ അക്കൗണ്ട് കൂടി ഇവിടെ വരുന്നുണ്ട്. ആ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ അക്കൗണ്ട്. ഇതൊരു ടെക്നിക്കൽ അക്കൗണ്ട് ആണ്, അതുകൊണ്ട് അതിന് വേറൊരു പേരാണ് പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ സാധാരണ പോലെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ബിസിനസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് കാണിക്കാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇത് ഫോം ഷെഡ്യൂൾ എയിൽ വന്നതുകൊണ്ടാണ് ഇതിനെ ഫോം ARA, ഫോം PL, ഫോം BS എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ അക്കൗണ്ടിൽ 4 ഷെഡ്യൂളുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് 4 ഷെഡ്യൂൾസ് റവന്യൂ അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷെഡ്യൂളുകൾ ഒന്നും തന്നെ വരുന്നില്ല. ദെൻ ബാലൻസ് ഷീറ്റിൽ 11 ഷെഡ്യൂളുകൾ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ് വരുന്നത്. ഇനി നമുക്ക് റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റിലേക്ക് പോവാം. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഷെഡ്യൂൾസിൽ എന്തെല്ലാം വരും. നമ്മൾ പറഞ്ഞു 4 ഷെഡ്യൂളുകളാണ് വരുന്നത്. അപ്പൊ 4 ഷെഡ്യൂളുകൾ ഒന്നിൽ എപ്പോഴും നമ്മൾ ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഫോർമാറ്റിലേക്ക് പോകുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് പ്രീമിയം ആണ്. അപ്പോൾ പ്രീമിയത്തില് ഫസ്റ്റ് ഇയർ പ്രീമിയം, റിന്യൂവൽ പ്രീമിയം, സിംഗിൾ പ്രീമിയം, ദെൻ ഔട്ട്സൈഡ് ഇന്ത്യ, ഇൻസൈഡ് ഇന്ത്യ. ദെൻ ഇതിന്റെ കൂടെ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ബിഗിനിങ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അറ്റ് ദ എൻഡിൽ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള പ്രീമിയം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യുക. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഇവിടെ ചെയ്യണം. ദെൻ ഇതിന്റെ കൂടെ വരുന്നതാണ് റീഇൻഷുറൻസ് സെഡഡും അക്സെപ്റ്റഡും വരും. അത് നമ്മൾ റവന്യൂ അക്കൗണ്ടിലാണ് ചെയ്യുക. അപ്പൊ റവന്യൂ അക്കൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ഞാൻ പറയാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഷെഡ്യൂൾ 2. ആദ്യത്തെ 4 ഷെഡ്യൂളുകൾ റവന്യൂ അക്കൗണ്ടിലാണ്. ഷെഡ്യൂൾ 2 ആണ് കമ്മീഷൻ. ഇൻഷുറൻസ് കമ്പനിക്ക് വരുന്ന പ്രധാനപ്പെട്ട എക്സ്പെൻസ് ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതായത് കമ്പനിക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഏജൻസ് ആണ്, ആ ഏജൻസിന് കൊടുക്കുന്ന കമ്മീഷൻ ആണ്. അതും ഇതുപോലെ തന്നെ കമ്മീഷൻ പെയ്ഡ്. ദെൻ ഫസ്റ്റ് ഇയർ പ്രീമിയത്തിന് കമ്മീഷൻ കൊടുക്കുന്നതാവും, അതായത് ആദ്യത്തെ അടവിന്. അല്ലെങ്കിൽ റിന്യൂവൽ പ്രീമിയംസ്, ആ ഒരു ആദ്യത്തെ അടവ് അടച്ചു കഴിഞ്ഞ ആൾക്കാർ വീണ്ടും പ്രീമിയം കൊടുക്കുമ്പോഴാണ് റിന്യൂവൽ പ്രീമിയം. അപ്പൊ നമ്മുടെ അടുത്ത ഏജൻസി വന്നിട്ട് നമ്മളോട് പൈസ കളക്ട് ചെയ്യാറുണ്ട്, അതൊക്കെ റിന്യൂവൽ പ്രീമിയം. ദെൻ സിംഗിൾ പ്രീമിയം കൊടുക്കുന്നവര്, ലംസം എമൗണ്ട് കൊടുക്കുന്നവര്. ദെൻ ഇവിടെ നമ്മൾ റീഇൻഷുറൻസ് അക്സെപ്റ്റഡും സെഡഡും ഉണ്ടെങ്കിൽ, അതായത് അക്സെപ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം, ദെൻ സെഡഡ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അതിൽ വരുന്ന ഐറ്റംസ് ആണ് സാലറിയോ വെൽഫെയർ ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, വെൽഫെയർ ബെനിഫിറ്റ്സ്, അവരുടെ ട്രാവൽ കൺവെയൻസ്,
ട്രെയിനിങ് എക്സ്പെൻസ്, റെന്റ്, റേറ്റ്, ടാക്സ്, റിപ്പയേഴ്സ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസ്, ലീഗൽ ആൻഡ് പ്രൊഫഷണൽ ചാർജസ്, മെഡിക്കൽ ഫീസ്, ഓഡിറ്റേഴ്സ് ഫീസ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് പബ്ലിസിറ്റി, ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജ്, ഡിപ്രിസിയേഷൻ തുടങ്ങിയ ആ എക്സ്പെൻസ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ആണ് ഷെഡ്യൂൾ 4. അപ്പൊ 4ാമത്തെ ഷെഡ്യൂളാണ് ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇതിൽ വരുന്നതാണ് കമ്പനി കൊടുക്കുന്ന ക്ലെയിമുകൾ. അപ്പൊ കമ്പനിക്ക് പ്രധാനമായിട്ട് ക്ലെയിം കൊടുക്കുന്നത് ഡെത്തിനാവാം, മെച്യൂരിറ്റിക്കാവാം, ദെൻ ആന്വിറ്റി കൊടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഒരു ഫിക്സഡ് എമൗണ്ട്, ലംസം എമൗണ്ട് കൊടുത്താൽ പിന്നെ കമ്പനി പെൻഷനായിട്ടൊക്കെ പേയ്മെന്റ് നടത്തുന്നു. ദെൻ അത്രയും എമൗണ്ടുകളൊക്കെ തീ കാണിക്കുക. ദെൻ എമൗണ്ട് സെഡഡ് ഇൻ റീഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ലെസ് ചെയ്യുക, ആക്സെപ്റ്റഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ടോട്ടൽ ബെനിഫിറ്റ്സ് പെയ്ഡ്. അപ്പൊ 4 ഷെഡ്യൂളുകൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണം. ഇത്രയും ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിംസ് ഉണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം അത് ഷെഡ്യൂളിൽ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റിലേക്ക് പോവാം. റവന്യൂ അക്കൗണ്ട് ഫോം A6 റവന്യൂ അക്കൗണ്ട്. ഏതാണോ കമ്പനി ആ ഇൻഷുറൻസ് കമ്പനിയുടെ പേര് എഴുതുക. ദെൻ നമുക്ക് ഷെഡ്യൂൾ കോളം, ഒരു പർട്ടിക്കുലേഴ്സ് കോളം വേണം, ഷെഡ്യൂൾ കോളം വേണം. ദെൻ 2 ഇയർ തന്നിരിക്കുന്നത് പ്രീവിയസ് ഇയറിൽ ഡാറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഡാറ്റ ഇല്ലെങ്കിൽ നമുക്ക് ഒരു കോളം മതിയാകും. അപ്പൊ ഷെഡ്യൂൾ 1 റവന്യൂ അക്കൗണ്ടിന്റെ പ്രത്യേകത, കുറച്ച് ഐറ്റംസ് ഷെഡ്യൂളിൽ വരുന്നതും അതിന്റെ താഴെ കുറെ ഐറ്റംസ് ഷെഡ്യൂൾ ഇല്ലാതെ വരുന്ന ഐറ്റംസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫോർമാറ്റ് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഓരോ ഷെഡ്യൂളുകളുടെ കീഴേ വരുന്ന ഷെഡ്യൂൾ ഇല്ലാത്ത ഐറ്റംസ് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഷെഡ്യൂൾ 4 ഉള്ളൂ, പക്ഷെ വെറുതെ ഷെഡ്യൂൾ എടുത്ത് ബാങ്കിങ് കമ്പനിയുടെ അക്കൗണ്ട്സ് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരുന്നു. ആ ഷെഡ്യൂളുകൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഷെഡ്യൂൾ എഴുതിയതിന് ശേഷം നമുക്ക് ഷെഡ്യൂൾ ഇല്ലാത്ത കുറെ ഹെഡുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ഹെഡിന് കീഴിൽ വരുന്ന ഐറ്റംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് വരുന്നതാണ് പ്രീമിയം ഏൺഡ് നെറ്റ്. പ്രീമിയം എമൗണ്ട് നമ്മൾ ഷെഡ്യൂൾ എഴുതിയിരുന്നു. അപ്പൊ ആ ഷെഡ്യൂളിൽ കിട്ടിയ എമൗണ്ട് നമ്മൾ എഴുതുക. ദെൻ റീഇൻഷുറൻസ് സെഡഡ് ഉണ്ടെങ്കിൽ, റീഇൻഷുറൻസ് പ്രീമിയം സെഡഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലെസ് ചെയ്യുക, അക്സെപ്റ്റഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എന്താണ് ഈ റീഇൻഷുറൻസ് എന്ന് പറഞ്ഞാല്, ഒരു കമ്പനിക്ക് ഇപ്പോ നല്ലൊരു എമൗണ്ട് ക്ലെയിം കിട്ടി, അല്ല നല്ലൊരു എമൗണ്ട് പ്രീമിയം കിട്ടി, അതായത് ഒത്തിരി ആൾക്കാർ കമ്പനിയിൽ നിന്നും ഇൻഷുറൻസ് എടുത്തു. അപ്പൊ കമ്പനിയുടെ റിസ്ക് കവറേജ് കൂടി, അതായത് ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ കമ്പനിക്ക് ഇനി എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും എന്തായാലും പൈസ തിരിച്ചു കൊടുക്കണം. അപ്പൊ എമൗണ്ടിന്റെ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്തോറും കമ്പനിയുടെ റിസ്ക് കൂടുതലാണ്. അത്രയും എമൗണ്ട് കമ്പനി കൊടുക്കണം. അപ്പൊ കമ്പനി എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ഷെയർ ഓഫ് റിസ്ക്, ആ ടോട്ടൽ റിസ്കിൽ നിന്നും അതിന്റെ ഒരു ഷെയർ മറ്റൊരു കമ്പനിയുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ എ എന്ന കമ്പനി, ആ കമ്പനിക്ക് 10 crore പോളിസി കിട്ടിയിട്ടുണ്ട്. അതായത് പോളിസി വാല്യൂ ടോട്ടൽ 10 crore വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അത്രയും ലയബിലിറ്റി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബി എന്ന കമ്പനിയുമായിട്ട് ഷെയർ ചെയ്യുന്നു. അതായത് 5 crore ബിസിനസ് ബിക്ക് കൊടുക്കുന്നു. അഥവാ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രീമിയം എമൗണ്ട് ബിക്ക് കൈമാറുന്നു. എന്നിട്ട് ക്ലെയിം വരുമ്പോൾ, ഇവന്റ് ഉണ്ടാവുമ്പോൾ ബി ആണ് ആ ക്ലെയിം എമൗണ്ട് തരാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് റീഇൻഷുറൻസ് പ്രീമിയം സെഡഡ് നമ്മൾ ലെസ് ചെയ്യുന്നത്. കാരണം പ്രീമിയം എന്ത് ചെയ്തു, കിട്ടിയ പ്രീമിയം ആ റീഇൻഷുർക്ക്, ആ മറ്റേ കമ്പനിയിലേക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ കയ്യിൽ കിട്ടിയില്ല, നമ്മുടെ കയ്യിൽ നമ്മൾ മറ്റേ കമ്പനിയാണ് ആ റിസ്ക് എടുക്കാൻ പോകുന്നത്. 5 കോടിയുടെ റിസ്ക് ഏറ്റെടുക്കുന്നത് മറ്റേ കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ആ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്തു. ദെൻ നമുക്ക് അതുപോലെ വേറൊരു കമ്പനി അവരുടെ റിസ്ക് കുറക്കാൻ വേണ്ടി ഈ എ എന്ന കമ്പനിയുമായിട്ട് അവരുടെ റിസ്ക് ഷെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ പ്രീമിയം ഇങ്ങോട്ടേക്ക് തരും. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് കമ്മീഷൻ. അവിടെ എക്സ്പെൻസ് ആകുമ്പോഴും ആ എക്സ്പെൻസ് നമുക്ക് കുറഞ്ഞു കിട്ടുന്നു. നമ്മൾ സി ഡി ചെയ്യുമ്പോൾ നമുക്ക് കുറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ സെഡഡിനെ നമ്മൾ ലെസ് ചെയ്യുന്നു. ദെൻ ആക്സെപ്റ്റഡിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ക്ലെയിമിലും അങ്ങനെ തന്നെ, സെഡഡ് വരുമ്പോൾ നമ്മൾ ലെസ് ചെയ്യുന്നു, ആക്സെപ്റ്റഡ് വരുമ്പോൾ ആഡ് ചെയ്യുന്നു. അപ്പൊ പ്രീമിയം ഷെഡ്യൂൾ എഴുതിയ എമൗണ്ട് എഴുതിയിട്ട് റവന്യൂ അക്കൗണ്ടിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ സെഡഡും ആക്സെപ്റ്റഡും അല്ലെങ്കിൽ റീഇൻഷുറൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് പോലെ ആദ്യം ഇൻകം എഴുതിയിട്ട് നമ്മൾ ഇൻകത്തിൽ നിന്നും എക്സ്പെൻസസ് ലെസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻകത്തിലെ ഫസ്റ്റ് ഐറ്റം ആണ് പ്രീമിയം ഏൺഡ്. പിന്നെ വരുന്ന അടുത്തൊരു ഹെഡ് ആണ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ്. ദെൻ നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ, ഈ കമ്പനി പോളിസി ഹോൾഡേഴ്സിന്റെ ഫണ്ടൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ റിട്ടേൺ അല്ലെങ്കിൽ ഇൻകം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ആൻഡ് റെന്റ്, ഗ്രോസ് എന്ന് പറഞ്ഞാൽ
ടാക്സ് ഡിഡക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ TDS ഡിഡക്ട് ചെയ്യാത്ത എമൗണ്ടിനെയാണ് ഗ്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രോസ് എമൗണ്ട് കാണിക്കണം. ടാക്സ് കുറച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് കൂട്ടി കാണിക്കണം. ദെൻ ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുമ്പോൾ ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് വിറ്റ എമൗണ്ട് അല്ല, റിഡംഷൻ നടത്തുമ്പോഴോ സെയിൽ നടത്തുമ്പോഴോ ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭം ഇവിടെ കാണിക്കണം. ലോസ് ആണെങ്കിൽ ലോസ് ലെസ് ചെയ്യണം. ദെൻ ഗെയിൻ ഓൺ റീവാലുവേഷൻ ഓർ ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ. നമ്മൾ ഇനി റിവേഷൻസോ മറ്റു കാര്യങ്ങളോ റീവാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഗെയിൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, റിവേഴ്സൽസ് എന്ന് പറയുന്നത് ഇപ്പൊ ചില ആൾക്കാർ അവരുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് എഴുതി കൊടുക്കും. അവര് ഇപ്പൊ കുട്ടികളില്ലാത്ത ആൾക്കാരോ അങ്ങനെയൊക്കെ, ദെൻ അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർ അവരുടെ പ്രോപ്പർട്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് എഴുതി കൊടുക്കുന്നു. ദെൻ അവർക്ക് റിട്ടയർമെന്റ് ഏജ് ആകുമ്പോൾ കമ്പനി പെൻഷൻ പോലെ ആന്വിറ്റി ആയിട്ട് എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദെൻ അവരുടെ കാലശേഷം കമ്പനി ആ പ്രോപ്പർട്ടി അവർ പിടിച്ചെടുക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടി, അതിനെയാണ് റിവേഴ്സൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോപ്പർട്ടി റീവാല്യൂ ചെയ്തപ്പോ അതിന് ഗെയിൻ ഉണ്ടായി, അതിൽ സർപ്ലസ് വന്നു എങ്കിൽ ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും റീവാലുവേഷനിൽ വരുന്ന ചേഞ്ച് ഇൻ ഫെയർ വാല്യൂയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെയാണ്. ഫെയർ വാല്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, രണ്ട് പാർട്ടീസും തമ്മിൽ എഗ്രി ചെയ്യുന്ന വാല്യൂവിനെയാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സ്ഥല പ്രോപ്പർട്ടി വിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടി ആണെങ്കിൽ ആ രണ്ട് പാർട്ടിയും തമ്മിൽ എഗ്രീഡ് വാല്യൂ. ഇപ്പൊ എഗ്രീഡ് വാല്യൂ എത്ര, അതിന് എത്ര വില കിട്ടും, അതിനാണ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ ഉണ്ടെങ്കിൽ, സർപ്ലസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് എത്ര, അതാണ് അവിടെ കാണിക്കുന്നത്. ദെൻ വേറെ അതർ ഇൻകം, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിലെ ഫീസ്, ചിലപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ വേറെ ഇൻകംസ് ഉണ്ടെങ്കിൽ ഏതാണ് സ്പെസിഫൈ ചെയ്ത് ഇവിടെ കാണിക്കുക. ഇപ്പൊ നമുക്ക് ഇൻകംസ് എല്ലാമായി നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ എ ഒരു ഹെഡിന്റെ കീഴിൽ കൊണ്ടുവന്നു. ടോട്ടൽ എ, എല്ലാ ഇൻകംസും കൂടെ ടോട്ടൽ എ. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെൻസിലേക്ക് പോവാണ്. എക്സ്പെൻസിന് നമ്മൾ രണ്ട് ഹെഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ ബിയും ടോട്ടൽ സിയും നമ്മൾ ചെയ്യും. ടോട്ടൽ ബി ആൻഡ് ടോട്ടൽ സി. അതിൽ ടോട്ടൽ ബി എന്ന് പറയുന്നതിൽ നമുക്ക് രണ്ട് ഷെഡ്യൂളുകൾ. ഫസ്റ്റ് ഷെഡ്യൂൾ മാത്രമാണ് ആദ്യത്തെ ടോട്ടൽ എയിൽ വന്നത്. ദെൻ സെക്കൻഡ് ഷെഡ്യൂളാണ് കമ്മീഷൻ ഷെഡ്യൂൾ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ വരുന്ന ഐറ്റംസ് ആ ഷെഡ്യൂളിൽ കിട്ടിയ ടോട്ടൽ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ദെൻ ഷെഡ്യൂൾ 3യുടെ ടോട്ടൽ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. നെക്സ്റ്റ് വരുന്നതാണ് അതർ എക്സ്പെൻസസ്. ഏതൊക്കെയാണ് വരുന്ന എക്സ്പെൻസസ് എന്ന് സ്പെസിഫൈ ചെയ്യണം. അതിൽ ബാഡ് ഡെപ്സ് ഉണ്ടെങ്കിൽ അതിവിടെയാണ് കാണിക്കേണ്ടത്. വേറെ ഏതൊക്കെ എക്സ്പെൻസ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേറെ എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ട് അതിവിടെ കാണിക്കാം. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. ഇപ്പൊ ഈ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പൈസ ഇറിക്കവറബിൾ ആയി, അതിവിടെയാണ് കാണിക്കുക. ദെൻ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് അതർ എക്സ്പെൻസസ് എന്ന ഹെഡിന്റെ കീഴിലാണ് കാണിക്കുക. വേറെ ഏതെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂല് ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ താഴത്തേക്ക് പോയിട്ടുണ്ട്, അതിനുവേണ്ടി പ്രൊവിഷൻ മാറ്റി വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള എമൗണ്ടുകളൊക്കെ ഇവിടെ കാണിക്കുന്നു. ദെൻ എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു എക്സ്പെൻസസിന്റെ ടോട്ടൽ ബി. ഇപ്പൊ എക്സ്പെൻസസിന്റെ ഒരു സെക്ഷനേ ആയിട്ടുള്ളൂ. ദെൻ നമ്മൾ പറഞ്ഞു എക്സ്പെൻസസിനെ നമ്മൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ചെയ്യുക. രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ ബെനിഫിറ്റ്സ് പെയ്ഡ് ഷെഡ്യൂൾ 4. നമ്മൾ ഷെഡ്യൂൾ 4 പ്രിപ്പയർ ചെയ്യണ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ ഷെഡ്യൂൾ 4ൽ പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നു. ഇനി ഇതിന്റെ താഴെ കുറച്ച് ഐറ്റംസ് വരുന്നത്, ഫസ്റ്റ് വരുന്നതാണ് ഇന്ററിം ബോണസസ് പെയ്ഡ്. ഇന്ററിം ബോണസ് എന്ന് പറഞ്ഞാൽ, ഈ ബോണസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ വിത്ത് പ്രോഫിറ്റ് പോളിസിയിൽ പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. അപ്പൊ ആ പോളിസി കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്നതിനെയാണ് ബോണസ് എന്ന് വിളിക്കുന്നത്. അത് ഇടക്കാലത്ത് വെച്ചിട്ട്, അതായത് ആനുവലി ആണ് നോർമലി എല്ലാം ചെയ്യുന്നത്, അതിന്റെ ഇടക്കാലത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇന്ററിം ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ററിം ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെയാണ് കാണിക്കുക. അതുപോലെ ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി അഗെയിൻസ്റ്റ് ലൈഫ് പോളിസീസ് ഇൻ ഫോഴ്സ്. ലയബിലിറ്റി, അതായത് കമ്പനിയുടെ ലൈഫ് പോളിസീസിന്റെ ലയബിലിറ്റി ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ വാല്യൂവും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ഈ വർഷത്തെ വാല്യൂവും തന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ലാസ്റ്റ് ഇയറിലെ വാല്യൂവും ഈ വർഷത്തെ വാല്യൂവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് കമ്പനിക്ക് പോളിസീസിൽ എത്രമാത്രം ലയബിലിറ്റി ഉണ്ട്, അപ്പൊ ബിഗിനിങ്ങിലെയും തന്നിട്ടുണ്ടാവും, നമുക്ക് പുതിയ വർഷത്തെയും തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കണം. ദെൻ ഇവിടെയും നമുക്ക് റീഇൻഷുറൻസ് സെഡഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, ആക്സെപ്റ്റഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതായത് ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ ക്ലെയിംസ് കൊടുത്തതിൽ റീഇൻഷുറൻസ് സെഡഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക, ദെൻ ആക്സെപ്റ്റഡ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ദെൻ ടോട്ടൽ സി.
നമുക്ക് എക്സ്പെൻസിന്റെ രണ്ടാമത്തെ ഹെഡ് നമ്മൾ ടോട്ടൽ ചെയ്തു, ടോട്ടൽ സി. ഇനി ചെയ്യേണ്ടുന്നത് നമുക്ക് ഇൻകം ആകെ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എയിൽ നിന്നും രണ്ട് എക്സ്പെൻസ് ഹെഡുകളുണ്ട്, ബിയും സിയും. ഇത് രണ്ടും ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ സർപ്ലസ് കിട്ടും, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഡെഫിസിറ്റ്. അപ്പൊ എ മൈനസ് ബി മൈനസ് സി നമുക്ക് ഇവിടെ ഉണ്ട്, എയും ബിയും ഇവിടെ ഉണ്ട്. ടോട്ടൽ ഏതേ കിടക്കുന്നു, ഇത് എത്രയാണോ ആ എമൗണ്ട് മൈനസ് ബി, അതും വീണ്ടും മൈനസ് സി. ഇതേ ഈ ടോട്ടൽ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ സർപ്ലസ് കിട്ടും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് കിട്ടും. ഇനിയാണ് നമുക്ക് അപ്രോപ്രിയേഷൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ഇത്ര മാറ്റുക, റിസർവിലേക്ക് ഇത്ര മാറ്റുക, ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻസിന് വേണ്ടി ഇത്ര മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ദെൻ ഈ കിട്ടിയ സർപ്ലസിൽ നിന്ന് ഈ എമൗണ്ടുകളൊക്കെ മാറ്റി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വീണ്ടും ഈ എമൗണ്ട് തന്നെ ടോട്ടൽ ഡി ആയിട്ട് എടുത്ത് എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് ഈ അപ്രോപ്രിയേഷൻസ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ട് ഡിഫറൻസ് ആണ് ട്രാൻസ്ഫർ ടു ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ. ഫ്യൂച്ചർ അപ്രോപ്രിയേഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബാക്കിയുള്ള ഫണ്ട്. ഇതാണ് റവന്യൂ അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റും ഷെഡ്യൂളും നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. Aviva Life Insurance Company Limited had a paid-up capital of 1 crore divided into 1 lakh shares of 100 rupees each. Share capital തന്നിരിക്കുന്നത്. Its net liability on all contracts in force as on 31/3/2018 was 3 crore 28 lakhs and the same on 31/3/2017 was 2 crore 96 lakhs. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചേഞ്ച് ഇൻ ലയബിലിറ്റി ഓൺ ലൈഫ് പോളിസി എന്ന് പറയുന്നത് കണ്ടോ, ഓപ്പണിംഗിലെ എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ഇതാണ്, ഈ വർഷത്തെ എമൗണ്ട് ആണ്. ഇതിന്റെ ഡിഫറൻസ് നമ്മൾ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ എഴുതും എന്ന് പറഞ്ഞിരുന്നു. നമുക്ക് നോക്കാം, ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ ഇതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഓരോന്നും നമുക്ക് നോക്കി തന്നെ പോവാം. ചേഞ്ച് ഇൻ വാല്യൂഷൻ, ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ റവന്യൂ അക്കൗണ്ടിൽ ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ ചേഞ്ച് ഇൻ വാല്യൂവേഷൻ ഓഫ് ലയബിലിറ്റി അഗൈൻസ്റ്റ് ലൈഫ് പോളിസീസ് ഇൻ ഫോഴ്സ്. പുതിയ നമ്മുടെ ലാസ്റ്റ് വർഷത്തെ ഉള്ളതിനേക്കാൾ കഴിഞ്ഞത്, അതായത് ഓപ്പണിംഗ് ക്ലോസിംഗിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് ഡിഡക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ ക്ലോസിംഗ് ആണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് ഫിഗർ ആണ് കിട്ടിയത്. ദെൻ ക്ലോസിംഗ് ആണ് കുറവെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫിഗർ വരും. അപ്പൊ നമ്മൾ ഡിഡക്ട് ചെയ്യണം. ഡിഡക്ട് ചെയ്യേണ്ടുന്ന ഐറ്റം ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കണം. ഇവിടെ നമുക്ക് കുഴപ്പമില്ല, ഓപ്പണിങ്ങിനേക്കാൾ കൂടുതൽ നമുക്ക് ക്ലോസിംഗ് ഉണ്ട്. അപ്പൊ ക്ലോസിംഗ് എമൗണ്ട് കൂടുതലുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ഫിഗർ കിട്ടി. അപ്പൊ നമുക്ക് അങ്ങനെ ഓരോ ഐറ്റവും എവിടെ വരുന്നു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കിയിട്ട് പോരാം. അപ്പോൾ ഈ ഐറ്റം കഴിഞ്ഞു. കമ്പനി ഹാസ് പെയ്ഡ് ആൻ ഇന്ററിം ബോണസ് ഓഫ് 8 lakhs rupees. ഇന്ററിം ബോണസ് നമ്മൾ പറഞ്ഞു ബെനിഫിറ്റ്സ് പെയ്ഡിന്റെ താഴെ തന്നെ വരുന്ന ഐറ്റാണ്, ഷെഡ്യൂളിൽ വരുന്ന ഐറ്റം അല്ല. ഇന്ററിം ബോണസ് പെയ്ഡ് 800. ഇവിടെ ഇത് എഴുതിയിരിക്കുന്നതെല്ലാം 3 zeros കട്ട് ചെയ്തിട്ട് തൗസൻഡ്സിലാണ് കേട്ടോ. ഈ എമൗണ്ട് കോളം ഇവിടെ തൗസൻഡ്സിലാണ്, അതുകൊണ്ടാണ് 3 zeros കട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. Then, അപ്പൊ ഇന്ററിം ബോണസ് കഴിഞ്ഞു. ഇനി 25% ഓഫ് ദ സർപ്ലസ് ഈസ് ടു ബി അലോക്കേറ്റഡ് ടു പോളിസി ഹോൾഡേഴ്സ്. അപ്പോൾ ഇതെന്താണ്, നമ്മൾ പറഞ്ഞു പോളിസി ഹോൾഡേഴ്സിന് ഷെയർ ഹോൾഡേഴ്സിന് അപ്രോപ്രിയേഷൻ ഉണ്ടെങ്കിൽ സർപ്ലസ് കിട്ടിക്കഴിയുമ്പോൾ കാണിക്കണം. അപ്പൊ നമുക്ക് സർപ്ലസ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ 25% മാറ്റുന്നത് നോക്കാം. അനദർ 20%, അതായത് ഈ സർപ്ലസിന്റെ തന്നെ വേറെ 20% റിസർവിലേക്കും മാറ്റുക. ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുക. അതിപ്പോ റവന്യൂ അക്കൗണ്ടിന്റെ അവസാനം വരുന്ന ഐറ്റംസ്, സർപ്ലസ് കണ്ടുപിടിച്ചതിന് ശേഷം വരുന്ന ഐറ്റംസ് ആണ്. അപ്പൊ നമുക്കത് ലാസ്റ്റ് നോക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്ന 31/3/2018 ഫിഗേഴ്സ് തന്നിരിക്കുന്നത് എന്തൊക്കെ. പ്രീമിയം ലെസ് റീഇൻഷുറൻസ് പ്രീമിയം, ഇത് നമുക്കറിയാം ഷെഡ്യൂൾ 1 വരുന്ന ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ഷെഡ്യൂൾസ്, നമ്മൾ ആദ്യം തന്നെ ഷെഡ്യൂൾസ് എഴുതണം. 4 ഷെഡ്യൂൾ എഴുതിയിട്ട് വേണം നമ്മൾ റവന്യൂ അക്കൗണ്ട് എഴുതാൻ. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ ഐറ്റംസ് വരണത് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കാണിച്ചതേ ഉള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ റവന്യൂ അക്കൗണ്ടിൽ ഇന്ന ഭാഗത്ത് വരുന്നു എന്ന് കാണിച്ചത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടുന്നത് നമ്മുടെ 4 ഷെഡ്യൂളുകൾ എഴുതണം. അപ്പൊ ഷെഡ്യൂൾ 1 പ്രീമിയം ആണ്. അപ്പൊ അതിൽ വരുന്ന ഐറ്റം ആണ് പ്രീമിയം ലെസ് റീഇൻഷുറൻസ് പ്രീമിയം. അതാ നോക്കൂ, പ്രീമിയം ലെസ് റീഇൻഷുറൻസ് പ്രീമിയം 12,860. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കമ്മീഷൻ 668. ഇതൊക്കെ നമ്മൾ 3 zeros കട്ട് ചെയ്തിട്ടാണ് അവിടെ എഴുതുന്നത്. ദെൻ നമ്മൾ അവിടെ പറഞ്ഞു തൗസൻഡ്സിലാണ് നമ്മൾ എഴുതുന്നത്. കമ്മീഷൻ ഷെഡ്യൂൾ 2 ആണ്. അപ്പൊ നമ്മൾ ഉടനെ ഷെഡ്യൂൾ 2 നോക്കുക. അതെ 668 ഷെഡ്യൂൾ 2 കമ്മീഷൻ 668.
നെക്സ്റ്റ് വരുന്നതാണ് സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓഫ് റിവേർഷൻസ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റവന്യൂ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ താഴെ വരുന്ന ഒരു ഐറ്റമാണ് സർപ്ലസ് ഓൺ റീവാലുവേഷൻ ഓഫ് റിവേർഷൻസ്. അപ്പൊ നമുക്കത് ആ റവന്യൂ അക്കൗണ്ടിൽ അതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, ഗെയിൻ ഓൺ റീവാലുവേഷൻ ഓഫ് റിവേർഷൻസ് 152. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഐറ്റമാണ് റീവാലുവേഷൻ ഓഫ് റിവേർഷൻസിന്റെ ഗെയിന്. ഇതാണ് സർപ്ലസ് എന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഓരോ ഷെഡ്യൂളുകളിൽ വരുന്ന ഐറ്റം, ഷെഡ്യൂളിന്റെ താഴെ വരുന്ന ഐറ്റംസ് നമ്മൾ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സറണ്ടേഴ്സ് ആണ്. 5,22,000 അഥവാ 522 സറണ്ടേഴ്സ്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ 4 എഴുതാം, അല്ലെങ്കിൽ 4ന്റെ താഴെ ബെനിഫിറ്റ്സ് പെയ്ഡ് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതാം. അപ്പൊ ഷെഡ്യൂൾ 4 ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക. ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡിലെ സറണ്ടേഴ്സ് 522. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് മാനേജ്മെന്റ് എക്സ്പെൻസസ്. ഇത് ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഷെഡ്യൂൾ 3 ആണ്. നമുക്ക് നോക്കാം. മാനേജ്മെന്റ് എക്സ്പെൻസസ് 1,700. നെക്സ്റ്റ് വരുന്നത് ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് താഴെ വരുന്ന ഐറ്റം ആണ്. അപ്പൊ നേരെ നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ്, ഗ്രോസ് 5,480. നെക്സ്റ്റ് വരുന്നതാണ് ക്ലെയിംസ് ലെസ് റീഇൻഷുറൻസ് ക്ലെയിംസ്. നമ്മുടെ 4th ഷെഡ്യൂൾ ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരുന്ന ഐറ്റം ആണ് ക്ലെയിം. അപ്പോൾ നമ്മൾ 4th ഷെഡ്യൂളിൽ നോക്കുക. ഷെഡ്യൂൾ 4 ക്ലെയിംസ് ലെസ് റീഇൻഷുറൻസ് 8,200. Then 8,200. ഡിപ്രിസിയേഷൻ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഷെഡ്യൂൾ 3 ആണ്. ഷെഡ്യൂൾ 3 ഡിപ്രിസിയേഷൻ 420. നെക്സ്റ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. അപ്പൊ അത് അതർ ഇൻകത്തിലാണ് നമ്മൾ കാണിക്കുക. നമ്മൾ other income, the fees 66. Fees 66. Then income tax. Income tax നമ്മൾ provision for taxation other expenses ന്റെ കീഴിൽ എഴുതുന്ന ഒരു ഹെഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് other expenses എന്ന ഹെഡിന്റെ കീഴിൽ വരുന്നതാണ് provision for taxation. അപ്പൊ നമുക്ക് നോക്കാം. provision for taxation 1,100. അവിടെ 11,000 ആയിരുന്നു. അപ്പൊ നമ്മൾ സീറോസ് കട്ട് ചെയ്തിട്ട് അവിടെ 1,10,000 ആണ്. അപ്പൊ നമ്മൾ സീറോസ് കട്ട് ചെയ്തിട്ട് 1,100 പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. $11 lakh കേട്ടോ. അപ്പൊ 3 സീറോസ് കട്ട് ചെയ്തു ഇൻകം ടാക്സിന്റെ. ദെൻ ആനുറ്റീസ് പെയ്ഡ്. ആനുറ്റീസ് പെയ്ഡ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് പെയ്ഡിൽ വരുന്ന ഐറ്റം ആണ്. ക്ലെയിം, ആനുറ്റീസ് പെയ്ഡ്, സറണ്ടർ ഒക്കെ ബെനിഫിറ്റ്സ് പെയ്ഡ് ആണ്. കമ്പനി കൊടുക്കുന്ന ക്ലെയിം റിലേറ്റഡ് എമൗണ്ടുകളാണ്. അപ്പൊ അത് ഷെഡ്യൂൾ 4 വരുന്നത്. ആനുറ്റീസ് 134. നെക്സ്റ്റ് വരുന്നതാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. അതും ഇതുപോലെ തന്നെ നമുക്ക് ഷെഡ്യൂൾ 4 താഴെ എഴുതുന്ന ഐറ്റം ആണ്. നോക്കൂ, ഷെഡ്യൂൾ 4 താഴെ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം 130. നമുക്ക് ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ബോണസ് എന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് കൊടുക്കുന്നതിനെയാണ് ബോണസ്. അതായത് പോളിസി ഹോൾഡേഴ്സിന് പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കുമ്പോൾ അതിനെ ബോണസ് എന്ന് വിളിക്കുന്നു. ദെൻ ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം എന്ന് പറയുമ്പോൾ അതായത് കമ്പനിക്ക് ഇപ്പൊ പ്രീമിയം കിട്ടേണ്ടുന്ന ഒരു സമയമാണ്. ഫോർ എക്സാമ്പിൾ, ഈ മാസം ഒരു എ എന്ന പോളിസി ഹോൾഡറിൽ നിന്നും 10,000 rupees കമ്പനിക്ക് പ്രീമിയം ആയിട്ട് കിട്ടണം. ആ സമയത്ത് തന്നെയാണ് ഇപ്പൊ ബോണസ് ഡ്യൂ ആയിട്ടുണ്ട് 10,000. അപ്പൊ കമ്പനി എയോട് പറയാണ്, നിങ്ങൾ ഇപ്പൊ പ്രീമിയം അടക്കണ്ട, പകരം ഈ ബോണസിനെ നമുക്ക് ഫർദർ പ്രീമിയത്തിലേക്ക് അടച്ചേക്കാം. അപ്പൊ കമ്പനിക്ക് അത് ഒരേ സമയം തന്നെ, ബോണസ് എന്ന് പറയുമ്പോൾ കമ്പനിക്ക് എക്സ്പെൻസ് ആണ്. പക്ഷെ കമ്പനി എന്ത് ചെയ്തു, ആ ബോണസ് എമൗണ്ട് അങ്ങോട്ടേക്ക് കൊടുത്തില്ല, പകരം പ്രീമിയത്തിലേക്ക് ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പൊ ഒരേ സമയം കമ്പനിക്ക് അത് ഇൻകവുമാണ് എക്സ്പെൻസും ആണ്. അതാണ് ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം. നമ്മളിവിടെ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഷെഡ്യൂൾ 4 താഴെ ഇവിടെ കാണിച്ചു. നെക്സ്റ്റ് വരുന്നതാണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ്. നമ്മൾ പറഞ്ഞു ആനുറ്റി ആയിട്ട് ഇവിടെ ആനുറ്റി പെയ്ഡ് നമ്മൾ നേരത്തെ കാണിച്ചു. ആനുറ്റി, ഇങ്ങനെ ആനുറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ പോളിസി ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഒരുമിച്ച് ഒരു എമൗണ്ട് ലംസം റിസീവ് ചെയ്യുന്നു. അതിനെയാണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് എന്ന് പറയുന്നത്. നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകത്തിൽ കാണിക്കുന്ന ഐറ്റം ആണ്. അതർ ഇൻകത്തില് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് 268. നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് റീ ഇൻഷുറൻസ് ഇറിക്കവറബിൾ.
റീഇൻഷുറൻസ് കൊടുത്തു, പക്ഷെ നമുക്ക് കിട്ടാണ്ടായി, കിട്ടില്ല എന്ന് ഉറപ്പാണ്ടായതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബാഡ് ഡെപ്റ്റ് വരുന്നത്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ഒക്കെ വരുന്നത് അതർ എക്സ്പെൻസസിന്റെ കീഴിൽ, റവന്യൂ അക്കൗണ്ടില് അതർ എക്സ്പെൻസസിന് കീഴിൽ വരുന്നതാണ്. 72 ആണ് ഇവിടെ വരുന്നത്. നമുക്ക് നോക്കാം. അതർ എക്സ്പെൻസസ്, റീഇൻഷുറൻസ്, അതെ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് അതർ എക്സ്പെൻസ് എന്നുള്ളൊരു ഹെഡിന്റെ കീഴിലാണ് ഇവിടെ വരേണ്ടുന്നത്. അതർ എക്സ്പെൻസ് എന്നുള്ള ഹെഡ് ഇവിടെ എഴുതിയിട്ടില്ല. ദെൻ റീഇൻഷുറൻസ് ഇർറിക്കവറബിൾ 72. നെക്സ്റ്റ് വരുന്നത് ലീഗൽ ചാർജസ് ആണ്. ലീഗൽ ചാർജസ് സാധാരണയായിട്ട് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, അതായത് ഷെഡ്യൂൾ 3 വരുന്ന ഐറ്റം ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലീഗൽ എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഇൻ കണക്ഷൻ വിത്ത് ക്ലെയിംസ്. ക്ലെയിം റിലേറ്റഡ് ആയിട്ടാണ് ലീഗൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ക്ലെയിമിന്റെ കൂടെയാണ് ആ എക്സ്പെൻസ് ആഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലീഗൽ ചാർജസ് ഷെഡ്യൂൾ 3 എടുക്കും. ഇവിടെ ഷെഡ്യൂൾ 4 നമ്മൾ ക്ലെയിമിന്റെ കൂടെ ലീഗൽ എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ഷെഡ്യൂളുകളും ടോട്ടൽ എഴുതി കിട്ടി. ഇനി നമ്മൾ ഈ ഷെഡ്യൂളിന്റെ ഐറ്റംസ് എടുത്തിട്ട് റവന്യൂ അക്കൗണ്ടിലേക്ക് ആ ഫോർമാറ്റ്, ഞാൻ ഫോർമാറ്റ് ആദ്യം മുതൽ അവസാനം വരെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആ ഫോർമാറ്റിൽ അതേപോലെ എടുത്തെഴുതുക. ഓരോ ഷെഡ്യൂൾ കഴിഞ്ഞാലും ഷെഡ്യൂൾ ഇല്ലാത്ത ഐറ്റംസ് വരുന്നുണ്ട്. അപ്പൊ അതും നോക്കി വേണം നമ്മൾ എഴുതാനായിട്ട്. ദെൻ നമ്മുടെ റവന്യൂ അക്കൗണ്ടിലേക്ക് പോകുന്നു. നമ്മൾ ഷെഡ്യൂൾ 1 നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചിരുന്നു. ദെൻ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഹെഡിന്റെ കീഴിലാണ് ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, റെന്റ്, ഗ്രോസ് തന്നിരിക്കുന്നത്. നമുക്ക് ടാക്സ് ഡിഡക്ട് ചെയ്തു എന്ന് പറയാത്തതുകൊണ്ട് അതേ എമൗണ്ട് തന്നെ നമ്മൾ എടുത്തു. ദെൻ റിവേഴ്സിന്റെ സർപ്ലസ്, റീവാലുവേഷനിൽ വരുന്ന സർപ്ലസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് അതർ ഇൻകത്തിലെ കൺസിഡറേഷൻ ഫോർ ആനിറ്റീസ് ഗ്രാൻഡഡ്, ഫീസ് ഒക്കെ റെക്കോർഡ് ചെയ്തു. ഇപ്പൊ നമുക്ക് ടോട്ടൽ എ കിട്ടി 18,826. Then commission expense, operating expenses related to insurance business, ഇതൊക്കെ നമ്മൾ ഷെഡ്യൂളുകൾ എഴുതിയിട്ടുള്ളതാണ്. ഷെഡ്യൂളിന്റെ ടോട്ടലുകൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. അതായത് 2668 ആണ്. 3 നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 2668, 3 2120. 668 2120. ആ ടോട്ടൽ അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. ദെൻ റീഇൻഷുറൻസ് ഇർറിക്കവറബിൾ ബാഡ് ഡെപ്റ്റ് നമ്മൾ നേരത്തെ കാണിക്കും, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഇപ്പൊ നമുക്ക് എക്സ്പെൻസിന്റെ ആദ്യത്തെ ടോട്ടൽ കിട്ടി. ടോട്ടൽ ബി 3960. ദെൻ നമ്മൾ നെക്സ്റ്റിലേക്ക് കിടക്കുന്നു. ബെനിഫിറ്റ്സ് പെയ്ഡ്, അതിൽ നമ്മൾ ഷെഡ്യൂൾ എഴുതിയിട്ടുണ്ട്. ഷെഡ്യൂളിൽ എഴുതി ടോട്ടൽ എമൗണ്ട് എടുത്ത് എഴുതി. ദെൻ ഇന്ററിം ബോണസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്നു. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം, ചേഞ്ച് ഇൻ വാല്യുവേഷൻ ഓഫ് ലയബിലിറ്റി, ക്വസ്റ്റിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ നോക്കിയിരുന്നു. ഇത് ഇത്ര ഐറ്റംസ് ആവുമ്പോൾ നമുക്ക് ടോട്ടൽ സി, എല്ലാ ഐറ്റംസും കൂടെ രണ്ടാമത്തെ ഹെഡ്, എക്സ്പെൻസിന്റെ രണ്ടാമത്തെ ഹെഡിന്റെ ടോട്ടൽ കിട്ടി 13,282. ഇനി നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് നോക്കണം. അതായത് 18,826 നിന്നും ബിയുടെ ടോട്ടലും സിയുടെ ടോട്ടലും ലെസ് ചെയ്യണം. അപ്പോ 18,826 മൈനസ് 3,960 മൈനസ് 13,282 നമുക്ക് കിട്ടും. ഡി ആണ്, സർപ്ലസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 1,584. നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്ന സമയത്ത് നമ്മളോട് കുറച്ച് അപ്രോപ്രിയേഷൻസ് പറഞ്ഞിരുന്നു. ഇനിയാണ് അപ്രോപ്രിയേഷൻസ്, ഈ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ സർപ്ലസിൽ നിന്നാണ് നമ്മൾ അപ്രോപ്രിയേഷൻസ് നടത്തേണ്ടുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 അപ്രോപ്രിയേഷൻസ് വായിക്കുമ്പോൾ പറഞ്ഞത് കണ്ടോ. 25% ഓഫ് ദ സർപ്ലസ് ഈസ് ടു ബി അലോക്കേറ്റഡ് ടു പോളിസി ഹോൾഡേഴ്സ്, അനദർ 20% ട്രാൻസ്ഫർ ടു റിസർവ്. ഇത് രണ്ടും നമ്മളിപ്പോ പോളിസി, ഇപ്പൊ നമുക്ക് സർപ്ലസ് കിട്ടി. സർപ്ലസിൽ നിന്ന് 25% പോളിസി ഹോൾഡേഴ്സിന് മാറ്റണം, 20% റിസർവിലേക്കും മാറ്റണം. ഇപ്പൊ നമ്മുടെ 1,584 ആണ്. അതിന്റെ 25% പോളിസി ഹോൾഡേഴ്സിന് കൊടുത്തു 396. ദെൻ ആ സർപ്ലസിന്റെ 20% റിസർവിലേക്ക് മാറ്റി. ദെൻ നമ്മൾ ആ ടോട്ടൽ താഴത്തേക്ക് നേരെ എടുത്ത് എഴുതി. അതിൽ നിന്നും ഈ 2 അപ്രോപ്രിയേഷൻസ് വന്നതും മാറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ആണ് 871. അതായത് 1,584 നിന്നും ഈ 1,584 നിന്ന് 396ഉം 316.8ഉം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 871.2. ഇതാണ് ഫണ്ട് ഫോർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ. ഈ ഡിഫറൻസ് ആണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത്.